Hello students, now we see some simple problems on L'Hospital's rule. This is a repetition of the class of the internal exam day on 7th April, and those who have attended that class can skip this video. First, we see what are indeterminate forms, either 0 by 0, infinity by infinity, not ratios only, but 0 into infinity, infinity into infinity. These are all indeterminate forms. Anyway, we can convert these indeterminate forms into 0 by 0 or infinity by infinity. Ratio formula convert here. So first we see an example, which is a situation infinity by infinity. The first limit is limit x tends to infinity. Limit x tends to infinity. Log x divided by x. Log x divided by x. The symbols 0 by 0, infinity by infinity are not values, they are situations. As x tends to infinity, log x infinity by x tends to infinity, denominator infinity. Not the value infinity by infinity form. ഇപ്പോൾ ആ ഫോമിലാണ്. So, we are going to apply L'Hospital's rule. ഇതിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കുക എന്നുള്ളതാണ് L'Hospital's rule. ഇതിന്റെ സിറ്റുവേഷൻ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. അതിനെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ എടുക്കുക. ഇത് എഫ് എക്സ് ബൈ ജി എക്സ്. അതിന്റെ ലിമിറ്റ് അറിയത്തില്ല. ഈ സിറ്റുവേഷൻ ആണ്, ഇൻഡിറ്റർമിനേറ്റ് സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് എടുക്കുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് ഡിവൈഡഡ് ബൈ 1. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഡിനോമിനേറ്റർ 1 ആയതുകൊണ്ട് 1 by x എന്ന് നമുക്ക് എഴുതാം. ആൻഡ് വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്റർ ഈസ് 1, ഡിനോമിനേറ്റർ ഈസ് ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി. ദ വാല്യൂ ഈസ് 1 by ഇൻഫിനിറ്റി. ഇപ്പോൾ വാല്യൂ എഴുതാം. ഇത് 1 by ഇൻഫിനിറ്റി ആണ്, ന്യൂമറേറ്റർ ഫൈനൈറ്റ് ആണ്, ഡിനോമിനേറ്റർ ഇൻഫിനിറ്റ് ആണ്, വാല്യൂ ഈക്വൽ ടു 0. ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഈക്വൽ ടു 0. ഇതാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ L'Hospital's റൂൾ അപ്ലൈ ചെയ്യുന്ന രീതി. മറ്റൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് 0 into infinity. e raised to minus x into x square. ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട പോയിന്റും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങളത് പറയാൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി e raised to minus x into x square. ഇതാ വരുന്നെങ്കിൽ e raised to minus infinity 0 ആണ്. x equal to infinity ആകുമ്പോൾ x square ഇൻഫിനിറ്റി ആണ്. 0 into infinity എന്നുള്ള സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ ലിമിറ്റിൽ കാണുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇൻഡിറ്റർമിനേറ്റ് സിറ്റുവേഷൻ. സോ വി ആർ applying L'Hospital's rule. L'Hospital's rule apply ചെയ്യണമെങ്കിൽ റേഷ്യോ ഫോം വേണം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഓ 0 by 0 സിറ്റുവേഷൻ വേണം. അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ റേഷ്യോ ഫോമിലേക്കും റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. e raised to minus x e raised to x ആയിട്ട് ഡിനോമിനേറ്റർ വരും. എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലും നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പോഴും നമ്മൾ x ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ, താഴെ x ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോം. ദാറ്റ് ഈസ് റേഷ്യോ സിറ്റുവേഷൻ ആണ്, ഇൻഡിറ്റർമിനേറ്റ് സിറ്റുവേഷൻ ആണ്. ലിമിറ്റ് കിട്ടിയില്ല, ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള സിറ്റുവേഷൻ ആണ്. ദെൻ വി ക്യാൻ അപ്ലൈ L'Hospital. ഇതിന് നേരിട്ടില്ല, പ്രോഡക്റ്റിനല്ല, റേഷ്യോ ഫോമിൽ എഴുതുന്നതിനാണ് L'Hospital's റൂൾ. അപ്പോൾ ഇവിടെ നമ്മൾ L'Hospital's റൂൾ അപ്ലൈ ചെയ്യാണ്. ദിസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൽ 2x, ഡിനോമിനേറ്ററിൽ e raised to x. ഇപ്പോഴും നമ്മൾ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താൽ 2 ഇൻഫിനിറ്റി, ന്യൂമറേറ്റർ ഇൻഫിനിറ്റി, ഡിനോമിനേറ്റർ e raised to ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം തന്നെയാണ്, ആ സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇത് പലതവണ അപ്ലൈ ചെയ്യാം. ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്, പഴയതൊക്കെ അങ്ങ് മറന്നേക്കുക. ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ അഗെയിൻ വി ക്യാൻ അപ്ലൈ L'Hospital's റൂൾ. ഇപ്പോൾ 2xന്റെ ഡെറിവേറ്റീവ് 2, e raised to xന്റെ ഡെറിവേറ്റീവ് e raised to x എന്നായി. ഇനി നമ്മൾ എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് സിറ്റുവേഷൻ മാറി. ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. ന്യൂമറേറ്റർ 2 ഫൈനൈറ്റ് ആണ്, ഡിനോമിനേറ്ററിൽ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 2 by ഇൻഫിനിറ്റി, ദ വാല്യൂ ഈക്വൽ ടു 0. ദാറ്റ്സ് എ ലിമിറ്റ് e raised to minus x into x square as x tends to infinity has value 0. പെട്ടെന്ന് L'Hospital's റൂൾ ഒന്നും തോന്നാത്തൊരു കേസാണ് ഇത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ലോഗ് എക്സ്. 0 കൊടുത്താൽ എക്സ് 0, ലോഗ് 0 ഇൻഫിനിറ്റി. 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് L'Hospital's റൂൾ ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റേഷ്യോ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ എളുപ്പം ലോഗ് എക്സ് പൊക്കത്തെ കിടക്കുക, എക്സ് താഴേക്ക് വരുമ്പോൾ 1 by x, മറ്റേത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻ എന്തായി?
log 0 infinity and 1 by 0 infinity. Infinity by infinity form ആണ് L'Hospital's rule ratio ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. So we differentiate and write limit x tends to 0 plus log xന്റെ ഡെറിവേറ്റീവ് 1 by x. 1 by xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x സ്ക്വയർ. ഇതേ ഫോമിലല്ല നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇവിടെ ഒരു ക്യാൻസലേഷൻ ഒക്കെ നടക്കുമെന്ന് നിങ്ങൾക്കറിയാം. 1 by x ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ മൈനസ് 1 വരിക. ഒരു മൈനസ് സൈൻ എക്സ് കട്ട് ചെയ്യും. മൈനസ് എക്സിന്റെ ലിമിറ്റ് ആണ്. ആസ് എക്സ് ടെൻസ് ടു 0 ദാറ്റ് വാല്യൂ ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് ലിമിറ്റ് കിട്ടും. എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നില്ല. ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം ഒക്കെ ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് limit x tends to 0 plus 1 by x minus 1 by sin x minus 1 by sin x. x 0 ആകുമ്പോൾ 1 by 0 infinity sin 0യും 0 ആയി. ദിസ് ഇസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോം. പക്ഷേ L'Hospital's റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി കിടക്കും. ഇതിൽ ഓരോ ടൈമിലും വേറെ വേറെ അല്ല നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു take the common denominator x sin x common denominator ആക്കി എടുത്ത് ചെയ്യാൻ പോകും. ലിമിറ്റ് അവിടെ നിൽക്കും. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ദിസ് ഇസ് ഓൺലി എ റീഅറേഞ്ച്മെന്റ്. ദെൻ ന്യൂമറേറ്റർ സൈൻ എക്സ് മൈനസ് എക്സ് 9. ഇപ്പോൾ സൈൻ 0 0 എക്സ് ഈക്വൽ ടു 0 ഇത് 0 ആയി ഡിവൈഡഡ് ബൈ എക്സ് 0 സൈൻ 0യും 0. ദിസ് ഇസ് 0 by 0 ഫോം. 0 ഒക്കെ പക്ഷേ ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇത് L'Hospital's റൂൾ 1 അപ്ലൈ ചെയ്യാൻ പറ്റിയ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പം നമ്മളിവിടെ സൈൻ എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യും. കോസ് എക്സ് മൈനസ് 1 എന്നാകും. എക്സ് സൈൻ എക്സിൻ്റെത് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. L'Hospital's റൂൾ അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ കോസ് 0 1 1 മൈനസ് 1 0 cos 0 1 x equal to 0 ഇത് 0 into 1 sin 0 0 പിന്നെയും 0 by 0 ഫോം ആണ്. അപ്പോൾ ഒന്നുകൂടി ഡിഫറൻസിയേഷൻ ചെയ്യും. cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നെഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ പഴയ പ്രശ്നമില്ല. സൈൻ 0 0 മൈനസ് 0 ആയപ്പോൾ 0. ഡിനോമിനേറ്ററിൽ സൈൻ 0 0 എക്സ് 0 ഇത് 0 കോസ് 0 1 ആണ്. ഒരു കോസ് 0യും കൂടെ വരും 2. എക്സ് 0 സൈൻ 0 0 ഈ ടൈം 0 ആണ്. കോസ് 0 1 കോസ് 0 1 0 by 2 ഹെൻസ് ദ വാല്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിലുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമിനെ വേണമെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു സ്പെഷ്യൽ കേസാണ് പവേഴ്സ് ഫോമിൽ വരുന്നത്. എക്സ് റൈസ് ടു എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. ഇപ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 റൈസ് ടു 0 ഫോം. ഇതും ഇൻഡിറ്റർമിനേറ്റ് സിറ്റുവേഷനാണ്. ഇവിടെ നമ്മൾ പഴയതുപോലെ റീഅറേഞ്ച്മെന്റ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. എന്നിട്ട് ലോഗരിതം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരം പ്രോബ്ലംസ് ഇപ്പോൾ സൈൻ എക്സ് റൈസ് ടു എക്സ് എന്നോ സൈൻ എക്സ് റൈസ് ടു കോസ് എക്സ് നോക്കിയിട്ട് വരാം. എല്ലാത്തിൻ്റെയും മെത്തേഡ് ഇതാണ്. അപ്പോൾ അങ്ങനെ പവേഴ്സ് വരുമ്പോൾ നമ്മൾ അതിനെ വേറൊരു വേരിയബിളായിട്ട് സെറ്റ് ചെയ്ത് ലോഗരിതം എടുക്കും. ലോഗ് വൈ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ലോഗരിതം ഓഫ് എക്സ് റൈസ് ടു എക്സ് ദാറ്റ് ഈസ് എക്സ് ലോഗ് എക്സ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആക്ച്വലി പ്രോബ്ലം നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് വൈയുടെ ആണ് നമുക്ക് ചെയ്യേണ്ടത്. വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. ലോഗ് വൈയുടെ കിട്ടിയ വൈയുടെ പറയാം. അതാണ് നമ്മുടെ ലോജിക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ലോഗ് എക്സ് എന്നായി. അപ്പോൾ ഇപ്പോൾ പവർ അല്ല എക്സ് ലോഗ് എക്സ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലമാണ്. ആ സ്റ്റെപ്സ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1 by x എന്ന് എഴുതുന്നു. അപ്പോൾ ലോഗ് 0 ഇൻഫിനിറ്റി 1 by 0 ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. ആൻഡ് സോ വി അപ്ലൈ L'Hospital's റൂൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. ഇവിടെ ഡയറക്റ്റ് പറ്റത്തില്ല. ഇതുവരെ നമ്മൾ റേഷ്യോ ആക്കി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by x 1 by xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 by x സ്ക്വയർ
അവിടെ ഡയറക്റ്റ് ആണെങ്കിലും 1/0 ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ്. അതിപ്പോൾ നമ്മളങ്ങനെ എഴുതുന്നില്ല, ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് മൈനസ് എക്സ് എന്ന്, ആൻഡ് ദ വാല്യൂ ഈക്വൽ ടു 0. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു 0. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് വൈ ഈക്വൽ ടു ലോഗ് ഇവിടെ നിന്ന് കളയണമെങ്കിൽ എക്സ്പോണൻഷ്യൽ എടുത്തു. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ റിസൾട്ടിലും എക്സ്പോണൻഷ്യൽ എടുത്തു. ഇ റേസ് ടു 0 1. വൈ എന്ന് പറയുന്നതാണ് നമ്മളുടെ എക്സ് റേസ് ടു എക്സ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ്, ഇതാണ് എല്ലായിടത്തും ചെയ്യാൻ പോകുന്നത് ലോജിക്ക്. ലോഗ് വൈയുടെ ചെയ്താൽ വൈയുടെ പറയാൻ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ എക്സ്പോണൻഷ്യൽ എടുക്കണം. വൈ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് ആണ് വൈ, ഈക്വൽ ടു ലോഗ് എടുത്ത് കിട്ടിയ റിസൾട്ട് 0 ആണ്, അതിന്റെ എക്സ്പോണൻഷ്യൽ എടുത്തു, അതാണ് നമ്മുടെ ആൻസർ ഇ റേസ് ടു 0 1. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങനെ നമുക്ക് കിട്ടും. ഇതുപോലെ സൈൻ എക്സ് റേസ് ടു എക്സോ കോസ് എക്സ് റേസ് ടു എക്സ്ന്നോ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് യു റേസ് ടു വി ഫോം 0 റേസ് ടു 0 എന്നോ ഇൻഫിനിറ്റി റേസ് ടു ഇൻഫിനിറ്റി എന്നോ 0 റേസ് ടു ഇൻഫിനിറ്റി എന്നോ എന്നൊക്കെയുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വരുമ്പോൾ നമ്മളിതുപോലെ ലോഗരിതം എടുത്ത് ചെയ്യേണ്ടി വരും. എന്ന് ചിലർ സംശയം, ഇതേ സെയിം പ്രോബ്ലം അല്ല, ഈ രീതിയിലുള്ള പ്രോബ്ലംസ് ചിലർ സംശയം ചോദിച്ചിരുന്നു. അപ്പം ഇത്തരത്തിലാണ് പ്രോബ്ലംസ് ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് തന്ന നോട്ടിലുണ്ട്, നിങ്ങൾ നോക്കുക, ചെയ്യുക. ഓക്കെ, താങ്ക് യു.